പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാ ഈ ഒരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് പാർട്ട് മുതൽ താഴെ വരെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഫ്രോക്കിൻ്റെ സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇടാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു 6 ഇഞ്ച് താഴെ വരെ ക്രോസ് സ്റ്റിച്ചിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. താഴത്തോട്ടേക്ക് പ്ലീറ്റ്സ് ഇതുപോലെ തന്നെ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഉടുപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു 4-5 വയസ്സ് പ്രായം വരുന്ന കുട്ടികളുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ തുണി ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 21 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വിഡ്ത്ത് 44 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനൊന്ന് പറയാം. ഇതൊരു 4-5 വയസ്സ് പ്രായം വരുന്ന കുട്ടികളുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫുൾ ലെങ്ത്ത് വേണ്ടത് 24 ഇഞ്ചാണ് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. അതിൽ ഒരു 3 ഇഞ്ചിൻ്റെ സ്ട്രാപ്പ് വരും. ഒരു സൈഡിൽ 3 ഇഞ്ച് വരുന്ന രീതിയിലുള്ള സ്ട്രാപ്പ് വരും. അപ്പോൾ നമ്മൾ ക്ലോത്ത് 21 ഇഞ്ച് എടുത്താൽ മതി. സ്ട്രാപ്പ് 3 ഇഞ്ചും രണ്ടും കൂടി കൂടുമ്പോൾ എന്ത് വരും, 24 ഇഞ്ച് നമുക്ക് കിട്ടും ഫുൾ ലെങ്ത്ത്. ഇനി നിങ്ങളുടെ തുണിയുടെ താഴെ നിങ്ങൾക്ക് മടക്കി അടിക്കണമെങ്കിൽ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ക്ലോത്തിൻ്റെ ലെങ്ത്ത് 21 ആണെങ്കിൽ 22 എടുക്കണം. എൻ്റേത് തേരുവശം വരുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ലെങ്ത്ത് എടുക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ് ഷോൾഡറാണ്. ഷോൾഡർ ടോട്ടൽ വരുന്നത് 10 ഇഞ്ചാണ്. നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് ഇതിൽ വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റാണ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി അത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ തുണി നിവർത്തിയിട്ടിട്ട് ആദ്യം ഒരു 2 ഇഞ്ച് ഫ്രീ ആക്കി വിടുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ടിലെല്ലാം ചെയ്യുന്ന അതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്ലോത്ത് ഫുള്ളായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫ്രോക്കിൻ്റെ ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്കിത് 12 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ ഞാൻ 2 സൈഡിലും 2 ഇഞ്ച് വീതം സീം അലവൻസും ചേർത്തിട്ടുണ്ട്. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് 16 ഇഞ്ചിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ടോപ്പിൽ ഇതുപോലെ ഈ പ്ലീറ്റ്സ് എല്ലാം കൂടി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസും നമ്മൾ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് ഈ ഒരു ഫ്രോക്കിൽ വരുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 പീസിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തോട്ടേക്ക് ഒരു 6 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അവിടം വരെ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സ്റ്റിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 പീസും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിൽ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു പീസ് എടുത്ത് ഞാൻ ഇതുപോലെ കറക്റ്റാക്കി മടക്കി വെച്ചതിന് ശേഷം ഇതിൽ ഷോൾഡറും ചെസ്റ്റ് റൗണ്ടെല്ലാം നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് ടോട്ടൽ ഷോൾഡർ 10 ഇഞ്ചാണ് വരിക. അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്, 5 ഇഞ്ച്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്, അതും ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ താഴത്തോട്ടേക്ക് ആം ഹോളിന് വേണ്ടി 3 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം മേലെ ഒരു 3 ഇഞ്ചിൻ്റെ സ്ട്രാപ്പും കൂടി വരും. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം.
അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് നമുക്ക് 24 ഇഞ്ചാണുള്ളത്. അതിൻ്റെ 1/4 ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കർവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പീസും ബാക്ക് പീസും ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മളിപ്പം കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആം ഹോളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ടും ബാക്കും ആം ഹോൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലത്തെ ഭാഗം ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം 4 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. 4 ഇഞ്ച് വേണ്ടി വരും തോന്നില്ല, 3 ഇഞ്ച് മതിയാവും. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ക്ലോത്ത് ഇതിൻ്റെ മേലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മേലെ നിന്ന് ഏകദേശം 1 ഇഞ്ചോളം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കൂടുതൽ തിക്നെസ് ആകുമ്പോൾ അത് ഭംഗി തോന്നില്ല കാണാൻ, അതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ അതിന് ശേഷം ദാ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്രണ്ട് പീസിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ബാക്ക് പീസിലും ചെയ്യേണ്ടത്. അപ്പോൾ 2 പീസ് നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ആം ഹോളും ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ 2 പീസിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആം ഹോൾ ഫിനിഷ് ചെയ്യലാണ്. അപ്പോൾ ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ സൈഡ് ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ക്രോസ് പീസ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ സ്ട്രെച്ച് ആവും. അപ്പോൾ നമുക്ക് കർവ് വരുന്ന സൈഡിലൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പീസ് ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ആം ഹോളിൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബേബി ഫ്രോക്ക് ചെയ്യുമ്പോഴും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇതാ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആം ഹോളിൽ വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. എല്ലാ ആം ഹോളിലും ഒരേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല, ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ആം ഹോളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 പീസിലും റെഡിയാക്കി. ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് 20 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലേസ്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ഇതുപോലെ 2 സൈഡിലും ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചിടുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് ഈ ലേസ് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 സൈഡിലും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് രണ്ടാമത് റെഡിയാക്കിയെടുത്ത ക്ലോത്ത് ഉണ്ടല്ലോ, രണ്ടാമത്തെ പീസ് ക്ലോത്ത്, അത് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് ആ സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പെൻസിലോ മറ്റോ വെച്ച് കുത്തിയിട്ട് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കത് ആ ഒരു സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള പീസ് കിട്ടും. 2 സൈഡിലും ആ ലേസിൻ്റെ അറ്റാച്ച്മെൻ്റ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. നിങ്ങളുടെ അടുത്ത് ലേസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രാപ്പ് വെച്ചാലും മതി. അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 ഭാഗത്തേക്കും കൂടിയുള്ള സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. അത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം. എന്നിട്ട് 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഷോൾഡർ സ്ട്രാപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്രോക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് ലെങ്ത്ത് ഒരു സൈഡിൽ 3 ഇഞ്ചാണ് വേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിവർത്തിയിടുമ്പോൾ രണ്ട് സൈഡിലേക്കും കൂടി 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനത് അളവ് കറക്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത ഈ സ്ട്രാപ്പിൽ മാർക്കിംഗ് കൊടുത്തില്ലേ, ആ മാർക്കിങ്ങിൻ്റെ അവിടം വരെ ജസ്റ്റ് അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്ട്രാപ്പിൽ മാർക്കിംഗ് കൊടുത്തില്ല, ആ മാർക്കിങ്ങിൻ്റെ മേലെ ഈ ടോപ്പിൻ്റെ ഷോൾഡർ ഭാഗം വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും നമുക്ക് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ് കാണാൻ, സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.